ഹലോ സ്റ്റുഡൻസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്ലംബർ ജനറൽ 2 എന്ന വിഷയത്തിൽ 2ാം വർഷ വിദ്യാർത്ഥികളുടെ യൂണിറ്റ് 2-ലെ ഫങ്ഷനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ടാപ്സ്, വാൽവ്സ്, ഫുസറ്റ്സ് ആൻഡ് കൺട്രോൾ ഡിവൈസസ് എന്ന പോർഷനാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ ടാപ്സ്, വാൽവ്സ്, ഫുസറ്റ് തുടങ്ങിയ കൺട്രോൾ ഡിവൈസസുകളും അവയുടെ ഫങ്ഷൻസുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ വാൽവുകളെ കുറിച്ചാണ് നാം ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലംബിംഗ് സിസ്റ്റം. ഇവയുടെ ഘടനയും ഫങ്ഷൻസും നമുക്ക് ആദ്യം പഠിക്കാം. വാട്ട് ഈസ് വാൽവ്? എ വാൽവ് ഈസ് എ ഡിവൈസ് ദാറ്റ് റെഗുലേറ്റ്, ഡയറക്റ്റ് ഓർ കൺട്രോൾ ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ബൈ ഓപ്പണിംഗ്, ക്ലോസിംഗ് ഓർ പാർഷ്യലി obstructing various passage ways. ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയെ തുറക്കാനോ അടയ്ക്കാനോ അല്ലെങ്കിൽ ഭാഗികമായി തടസ്സപ്പെടുത്താനോ ഉപയോഗിക്കുന്നതാണ് വാൽവുകൾ. വാൽവിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്ലൂയിഡ് ഫ്ലോ, അതായത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ തുറക്കാനോ അടയ്ക്കാനോ ഉപയോഗിക്കുന്നു. വേരിയിങ് ദി എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, അതായത് ഫ്ലൂയിഡിൻ്റെ അളവിനെ കുറച്ചോ കൂട്ടിയോ വ്യത്യാസപ്പെടുത്തുന്നു. കൺട്രോളിങ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഫ്ലൂയിഡിൻ്റെ വിവിധ ദിശയിലേക്കുള്ള ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. 4. റെഗുലേറ്റിംഗ് ഡൗൺസ്ട്രീം സിസ്റ്റം ഓർ പ്രോസസ് പ്രഷർ. 5. റിലീവിംഗ് കമ്പോണൻറ്റ് ഓർ പൈപ്പിംഗ് ഓവർ പ്രഷർ. ഇതൊക്കെയാണ് ഒരു വാൽവിൻ്റെ പ്രധാന ഫങ്ഷൻസ്. അടുത്തതായി നമുക്ക് വാൽവിൻ്റെ വേരിയസ് പാർട്സിനെ കുറിച്ച് പഠിക്കാം. ദി വാൽവ് ഈസ് എ അസംബിൾഡ് പ്രോഡക്റ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് പാർട്സ്. ഈ കാണുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാൽവിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകളാണ്. അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോഡി, ബോണറ്റ്, ഡിസ്ക്, സീറ്റ്, സ്റ്റെമ്മ്, ട്രിം, ആക്ച്വേറ്റർ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അസൈൻമെൻ്റായിട്ട് വാൽവിൻ്റെ പാർട്സ് വരച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ബോഡി, ഇതിൽ ആദ്യത്തെ പാർട്സാണ് ബോഡി. ബോഡി, ബോണറ്റ്, ഡിസ്ക്, സീറ്റ്, സ്റ്റെം, ട്രിം, ആക്ച്വേറ്റർ. ഇവയാണ് വാൽവിൻ്റെ പ്രധാന പാർട്സ്. അതിൽ നമുക്ക് ആദ്യം ബോഡിയെക്കുറിച്ച് പഠിക്കാം. ബോഡി ഈസ് എ മെയിൻ പ്രഷർ റിറ്റൈനിങ് പാർട്സ്. ഇത് ഹോൾഡ് all other parts of the valve such as disc and stem. Body also provide passage for the fluid to flow from valve. വാൽവ് ബോഡിയാണ് പൈപ്പുമായി കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്ന എൻഡുകൾ വാൽവിൻ്റെ സൈസും പ്രഷറും അനുസരിച്ച് ഫ്ലാഞ്ച് അല്ലെങ്കിൽ ബഡ് വെൽഡിംഗായി വാൽവ് ബോഡി ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള മെറ്റീരിയലായ കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലോയ് സ്റ്റീൽ എന്നിവ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫോർജ് ചെയ്തോ ഇവ നിർമ്മിക്കുന്നു. വാൽവിൻ്റെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നത് അത് കൺട്രോൾ ചെയ്യുന്ന പ്രഷറിനെയും ഫ്ലൂയിഡിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇത്രയുമാണ് ബോഡിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത പാർട്സാണ് ബോണറ്റ്. ഇത് മറ്റൊരു പ്രഷർ റീറ്റെയിനിങ് പാർട്സാണ്. ബോണറ്റ് വാൽവ് ബോഡിയുമായി ബോൾട്ട് ചെയ്തോ വെൽഡ് ചെയ്തോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്തോ കണക്റ്റ് ചെയ്യാം. ബോണറ്റിനെ കവർ ഓഫ് ദി വാൽവ് എന്നും പറയും.
ഗേറ്റ്, ഗ്ലോബ്, ചെക്ക്, സ്റ്റോപ്പ്, ഡയഫ്രം വാൽവുകളുടെ കാര്യത്തിൽ ബോണറ്റിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇതിലൂടെയാണ് സ്റ്റെം കടന്നു പോകുന്നത്. മെയിൻ്റെനൻസ് സമയത്ത് ബോണറ്റിലൂടെയാണ് വാൽവിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാ വാൽവുകളിലും മറ്റ് പല പാർട്സുകളും ബോണറ്റിനകത്ത് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ബോണറ്റ് വാൽവ് ബോഡിയുമായി വെൽഡ് ചെയ്തോ സ്ക്രൂ ചെയ്തോ നെട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിച്ചോ അസംബിൾഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത പാർട്സാണ് ഡിസ്ക്. ഒരു വാൽവിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് അലോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ഡിസ്കിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ്. ഡിസ്കിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഓരോ വാൽവിനും അതിൻ്റെ പേര് കിട്ടുന്നത്. ഉദാഹരണത്തിന് ബാൾ വാൽവിൻ്റെ ഡിസ്ക് ഒരു ബാൾ രൂപത്തിലാണ്. ഇത് കാസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫോർജ് ചെയ്തോ നിർമ്മിക്കാം. ഡിസ്കിൻ്റെ പൊസിഷൻ അനുസരിച്ച് വാൽവ് തുറക്കാനോ അല്ലെങ്കിൽ അടയ്ക്കാനോ സാധിക്കും. ഡിസ്കിൻ്റെ പൊസിഷനാണ് വാൽവ് തുറന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നതോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത പോർഷനാണ് സീറ്റ്. ഒരു വാൽവിൻ്റെ ലീക്കേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വാൽവിൻ്റെ പ്രധാന പാർട്സാണ് സീറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് വാൽവ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫോർജ്ഡ് മെറ്റാലിക് റിംഗ് ഓർ നോൺ മെറ്റാലിക് റിംഗ്. ഒരു വാൽവിന് ഒന്നോ അതിലധികമോ സീറ്റ് കാണാം. ഗ്ലോബ് വാൽവിൻ്റെ കാര്യത്തിൽ ഒരു സീറ്റ് മാത്രമേ കാണുകയുള്ളൂ. ഇത് ഡിസ്കുമായി സീൽ ചെയ്ത് ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. ഗേറ്റ് വാൽവിന് 2 സീറ്റുകൾ ഉണ്ട്. ഒന്ന് അപ്സ്ട്രീം സൈഡിലും മറ്റേത് ഡൗൺ സ്ട്രീം സൈഡിലും. മൾട്ടി പോർട്ട് വാൽവിന് നിരവധി സീറ്റുകൾ കാണും. അത് അതിൻ്റെ പോർട്ടുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം മൾട്ടി സീറ്റ് വാൽവ് പല ഡയറക്ഷനിലേക്കാണ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഡയറക്ഷനിലേക്കും ഓരോ സീറ്റ് ഉണ്ടായിരിക്കും. സീറ്റിലാണ് ഡിസ്ക് ചെന്ന് സെറ്റാവുന്നത്. അപ്പോൾ ആ സെറ്റാവുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൻ്റെ ലീക്കേജ് ഉണ്ടാകാതിരിക്കാനാണ് സീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പാർട്സാണ് സ്റ്റെം. സ്റ്റെം ഒരു റോഡ് അല്ലെങ്കിൽ ഷാഫ്റ്റ് ആയിരിക്കും. ദി വാൽവ് സ്റ്റെം ട്രാൻസ്ഫർ ദി required motion to the disc, globe or ball for the opening or closing the valve. ആക്ച്വേറ്ററിനെയും ഡിസ്കിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് സ്റ്റെമ്മാണ്. വാൽവിലും ഗേറ്റ് വാൽവിലും ഗ്ലോബ് വാൽവിലും സ്റ്റെമ്മിൻ്റെ ലീനിയർ മോഷനാണ് വാൽവിനെ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെമ്മിൻ്റെ റൊട്ടേറ്ററി മോഷനാണ് ബാൾ വാൽവിലും ബട്ടർഫ്ലൈ വാൽവിലും വാൽവിനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. എന്നാൽ സ്റ്റോപ്പ് ചെക്ക് വാൽവിലും സ്റ്റെം കാണില്ല. അടുത്ത വാൽവിൻ്റെ പോർഷൻസാണ് വാൽവ് ട്രിം. ദി റിമൂവബിൾ ആൻഡ് റീപ്ലേസബിൾ പാർട്സ് ഓഫ് ദി വാൽവ് ദാറ്റ് കം ഇൻ കോണ്ടാക്ട് വിത്ത് ഫ്ലോ മീഡിയം ആർ കളക്റ്റീവ്ലി നോൺ ആസ് വാൽവ് ട്രിം. വാൽവ് സീറ്റ്, ഡിസ്ക്, സ്റ്റെമ്മ്, ബാക്ക് സീറ്റ്, ഇൻറ്റേർണൽ സ്പ്രിംഗ് ഇതെല്ലാം വാൽവ് ട്രിമ്മിൽ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ഇത് ഇൻ്റർനാഷണലി സ്റ്റാൻഡേർഡ് സൈസാണ്. എല്ലാ വാൽവുകളിലും ഒരേ സൈസിലുള്ള വാൽവ് ട്രിംസ് പാർട്സുകളാണ് ഉള്ളത്. അടുത്ത പാർട്സാണ് ആക്ച്വേറ്റർ. വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസം ആണ് ആക്ച്വേറ്റർ. ഇറ്റ് കണക്ട് ടു ദി സ്റ്റെം ആൻഡ് ദി ഡിസ്ക് അസംബ്ലി. ഹാൻഡ് വീൽ, ലിവർ അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ച് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതോ ഇലക്ട്രിക് മോട്ടോർ, ന്യൂമാറ്റിക്, ഹൈഡ്രോളിക് എന്നിവ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതോ ആണ് ആക്ച്വേറ്റർ.
ചെക്ക് വാൽവ് പോലുള്ളവയ്ക്ക് സെൽഫ് ഓപ്പറേറ്റഡ് ആണ്. ഈ ആക്ച്വേറ്ററിലൂടെയാണ് നമുക്ക് വാൽവ് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത്. ഇതോടുകൂടി വാൽവിൻ്റെ പാർട്സ് നമുക്കെല്ലാം സുപരിചിതമായി കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് ആണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം.